ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജിയോളജിയുടെ ഒരു ക്ലാസ്സുമായിട്ടാണ്. അതായത് ഭൂമിശാസ്ത്രത്തിന്റെ ഒരു ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ഭൂമിയുടെ ഉള്ളറയെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ് മെയിനായിട്ട് പ്ലസ് വണ്ണിലെയും അതുപോലെ തന്നെ സെവൻത്ത് സ്റ്റാൻഡേർഡിലെയും ബുക്ക് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ മൊത്തം വ്യാസം, ഭൂമിക്ക് ഒരു ജിയോയിഡ് ഷേപ്പാണ് ഉള്ളതെന്നറിയാം. അപ്പൊ ഭൂമിയുടെ വ്യാസം എന്ന് പറയുന്നത് ഏകദേശം 12,700 കിലോമീറ്റർ വരും. അപ്പൊ ഭൂമിയുടെ ആരം എന്ന് പറയുന്നത്, അതായത് ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിന്നും നമ്മുടെ ഭൂമിയുടെ സെന്ററിലേക്ക് എത്താനുള്ള ദൂരം, അത് എന്ന് പറയുന്നത് 6,371 കിലോമീറ്റർ ആണ്. എത്രയാണ്? 6,371 കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ ഗർത്തം എന്ന് പറയുന്നത്, നമ്മള് യന്ത്രങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ബാക്കി സുരക്ഷാ ഉപകരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗർത്തം എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആണ്. നമുക്ക് അതുവരെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ 12 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ഗർത്തമായ ചലഞ്ചർ ഡെപ്തിന്റെ അത്രത്തോളം, അതിനേക്കാൾ കുറച്ചും കൂടിയുള്ള ഒരു കിലോമീറ്റർ മാത്രമേ ഏകദേശം ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പാളികളിൽ എന്തൊക്കെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന് വരുന്ന വസ്തുക്കള്, അതുപോലെ തന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങള്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തിട്ട്, അതില്ലാതെ ബിഗ് ബാങ് തിയറി പ്രകാരം നമുക്കറിയാം സൗരയൂഥം ബാക്കിയുള്ള എല്ലാ ഗാലക്സികളും എല്ലാം കൂടി ഒരു പിണ്ഡമായിരുന്നു. അത് പൊട്ടിത്തെറിച്ച് ഇപ്പോൾ കാണുന്ന നക്ഷത്ര സമൂഹവും ഗാലക്സിയും അതുപോലെ തന്നെ ഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നറിയാം. കുറെ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം തണുത്ത് മെല്ലെ മെല്ലെ ഓരോ ഗ്രഹങ്ങള്, ഓരോരോ പാളികള്, ധൂമകേതുക്കള്, ഉൽക്കകള് എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഉൽക്കകൾ ഭൂമിയിൽ എത്തുന്നുണ്ടല്ലോ, ആ ഉൽക്കകളെയും അതുപോലെ തന്നെ അന്യഗ്രഹ വസ്തുക്കളെയും അപഗ്രഥിച്ചൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയിലുള്ള സാധനങ്ങളും നമ്മൾ എന്തൊക്കെയാണ് എന്ന് അനുമാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ഭൂമിയെ മൊത്തമായിട്ട് തരംതിരിക്കുമ്പോൾ ഭൂമിയെ മൂന്നായിട്ട് തരംതിരിക്കും. ഭൂമിയുടെ പാളികളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഈ തരംതിരിവ് എന്ന് പറയുന്നത് രാസഘടന പ്രകാരമാണ്. ഈ തരംതിരിവ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭൂമിയുടെ പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നും പാളിയായിട്ട് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് രാസഘടന പ്രകാരം? ഒന്ന് ഭൂവൽക്കം, രണ്ടാമത്തത് മാന്റില്, മൂന്നാമത്തത് കാമ്പ്. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് എന്തെന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഇത് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ സാന്ദ്രത കുറവുള്ളവയാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ദൃഢമായതാണ്. അതായത് ഇതിന് വന്നിട്ട് ഒരു തെന്നി നീങ്ങുന്ന സ്വഭാവം അതില്ല. ഇവന്തോ ഈ ഭൂവൽക്കം എന്ന് പറയുന്നതൊക്കെ ചെറുതായിട്ടുള്ള ഒരു മൂവ്മെന്റിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പാളി മാതിരിയാണ്. ഭൂവൽക്കത്തിന് നമുക്ക് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഉണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. അത് വന്നിട്ട് ഏകദേശം 30 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. ചിലവിടെ ഇപ്പോൾ എവറസ്റ്റ് ഒക്കെ നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ 70 കിലോമീറ്ററത്തോളം കനമുണ്ട്. പിന്നെ സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത് കരഭൂവൽക്കം അല്ലെങ്കിൽ വൻകര ഭൂവൽക്കത്തിന്റെ അടിയിലായിട്ടാണ് എന്നാണ് പറയാറ്. അതിന് എത്ര കിലോമീറ്റർ കനമുണ്ട്? അത് 5 കിലോമീറ്റർ മാത്രമാണ് അതിന് കനമുള്ളത്. ഇനി അതിന്റെ തൊട്ടു താഴെ ഈ ഭൂവൽക്കത്തിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാളിയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഇതിന്റെ കനം എന്ന് പറയുന്നത് 2,900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഭൂവൽക്കവും അതിന്റെ ഉപരിഭാഗം ചേർന്നതുള്ളതാണ് എന്തെന്ന് പറയുന്നത് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അതിന്റെ താഴെയായിട്ടുള്ള ഒരു ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയർ എന്താണ്? അസ്തനോസ്ഫിയറിന് ഈ ദ്രാവകങ്ങളും അതുപോലെ തന്നെ ഈ ധാതുക്കളുണ്ടല്ലോ, ധാതുക്കൾ അവിടെയുള്ള ചൂട് കൊണ്ട് ഉരുകി നിൽക്കുകയാണ്. അതുപോലെ ശിലകളും അവയുടെ ദ്രവണാങ്കത്തിൽ എത്തി നിൽക്കുന്ന ഭാഗമാണ് ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ദ്രാവകാവസ്ഥയാണ്. അതായത് അർദ്ധദ്രാവകാവസ്ഥയാണ്. ഫുള്ളായിട്ട് ദ്രാവകമല്ല. അതായത് ധാതുക്കളൊക്കെ ദ്രാവകമായിട്ടുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ശിലകളും ദ്രാവകമായിട്ടുള്ള ഒരു പോർഷനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് ദ്രാവകമല്ല. അതുകൊണ്ട് തന്നെ അർദ്ധ ദ്രാവക അവസ്ഥയിലാണ് ആ ഒരു പോർഷൻ, അതായത് അസ്തനോസ്ഫിയറിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ അസ്തനോസ്ഫിയറിന്റെ മേലെയാണ് നമ്മൾ ഇതിരിക്കുന്നത് ഭൂവൽക്കം ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ഇത് സംഭവിക്കും? ഈ അസ്തനോസ്ഫിയറിലും
മേലെ ഈ ഭൂവൽക്കവും അതുപോലെ തന്നെ മാന്റിലിന്റെ ഒരു പോർഷനും മാന്റിലിന്റെ മേലെ ഭാഗവും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ശിലാമണ്ഡലം എന്ന് പറയാം. ഈ ശിലാമണ്ഡലം എന്ത് ചെയ്യും? അടിയിൽ ഒരു ദ്രാവകം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മെല്ലെ മെല്ലെ തെന്നി തെന്നി നീങ്ങുന്ന ഒരു ഇതുണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്ടോണിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിലാമണ്ഡല ചലനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? സംയോജക സീമ, വിയോജക സീമ എന്നിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് ആ ഒരു കേസ് വരുന്നത്. ഇനി അടുത്തതാണ് കാമ്പ്. കാമ്പ് എന്ന് പറഞ്ഞാൽ മാന്റിലിന്റെ താഴെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് പുറം കാമ്പുണ്ട്, രണ്ട് അകം കാമ്പുണ്ട്. അപ്പൊ ഈ കരഭാഗങ്ങളിലുള്ള സാധനം എന്ന് പറയുന്നത് സിയാലാണ്, സിലിക്കണും അലുമിനിയവുമാണ്. അതേസമയം മാന്റിലുള്ളത്, സോറി, ക്യാമ്പിലുള്ളത്, ക്യാമ്പിൽ വന്നിട്ട് നിക്കലും ഇരുമ്പുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാമ്പിന് എന്ത് പറയുന്നുണ്ട്? നിഫെ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി ഇതിന്റെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മൾ ഇനി പ്ലസ് വണ്ണിന്റെ ഇതെടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്നും ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ, ഭൂമിയുടെ സെന്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് 6400 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും. പിന്നെ ഈ ഓരോരോ പാളിയും വിവിധ രാസഘടകങ്ങളുണ്ട്. ഈ രാസഘടകങ്ങൾ അടിസ്ഥാനമാണ് അവയുടെ ഭൗതിക സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അപ്പൊ ഈ രാസഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂവൽക്കം, മാന്റില്, അകക്കാമ്പ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. ഈ രാസഘടന എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഭൗതിക സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഭൗതിക സ്വഭാവം നമ്മൾ നിർണ്ണയിക്കുന്നത് എന്തിന് ബേസിലാണ്? അതിന്റെ രാസഘടനയുടെ ബേസിലാണ്. ഈ രാസഘടനയ്ക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പ്രഷർ, ടെമ്പറേച്ചർ എന്നിങ്ങനെയുള്ള സ്വഭാവങ്ങൾ എന്ത് സംഭവിക്കും? അതിന്റെ രാസഘടനയെ സ്വാധീനിക്കും. അതേപോലെ തന്നെ അതിന്റെ ഭൗതിക സ്വഭാവത്തെയും സ്വാധീനിക്കും. ഇനി ഭൂവൽക്കം. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഭൂമിയുടെ ഏറ്റവും ഉപരിഭാഗത്ത് കാണപ്പെടുന്ന പാളിയാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? ശിലകളുണ്ട്. ആഗ്നേയ ശിലയുണ്ട്, കായാന്തരിത ശിലകളുണ്ട്, അവസാദ ശിലകൾ എല്ലാം ഈ ഭാഗത്ത് കാണപ്പെടുന്നവയാണ്. ഇനി ഈ ഭൂവൽക്ക ഭാഗത്തിന്റെ കനം എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കടൽത്തറ ഭാഗങ്ങളിൽ 5 മുതൽ 10 കിലോമീറ്റർ വരെ ഭാഗമാണ് കനമാണ് ഇതിൽ കാണപ്പെടുന്നത്. അപ്പൊ കടൽത്തറ ഭാഗങ്ങളിൽ 5 മുതൽ 10 കിലോമീറ്റർ വരെ കനത്തിലാണ് കാണപ്പെടുന്നത്. അതേസമയം വൻകര ഭാഗങ്ങളിൽ ശരാശരി 30, വേറെ ഇതിൽ പറഞ്ഞ 30 അല്ലെങ്കിൽ 35 കിലോമീറ്റർ കനത്തിലാണ് കാണപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഹിമാലയം പോലുള്ള ഭാഗങ്ങളിൽ എന്ത് പറഞ്ഞു? അവിടെ വന്നിട്ടുള്ള ഈ ഭൂവൽക്കത്തിന്റെ കനം അല്ലെങ്കിൽ വൻകര ഭാഗത്തിന്റെ കനം എന്ന് പറയുന്നത് 70 കിലോമീറ്റർ അല്ല അധികമാണ്. അത്രയാണ് 70 കിലോമീറ്റർ അധികമാണ് ഉള്ളത്. ഇനി ഈ ഭൂവൽക്ക ഭാഗത്തിനെയും അതുപോലെ തന്നെ മാന്റിലിനെയും വേർതിരിക്കുന്ന ഒരു വിച്ഛിന്നതയുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് മൊഹറോവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റി. എന്താ പറയാ? മൊഹറോവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റി. ഈ പദത്തെ മൊഹോ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊഹോ എന്ന സംക്ഷിപ്ത രൂപത്തിൽ എഴുതാറുമുണ്ട്. പിന്നെ ഈ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള സംയുക്തങ്ങളാണ്, ഒന്ന് അലുമിനിയം ഓക്സൈഡ്, രണ്ടാമത്തത് സിലിക്കൺ ഓക്സൈഡ്. അതൊക്കെയാണ് സിലിക്കൺ ഡയോക്സൈഡിന് നമ്മൾ എന്താ പറയുക? സിലിക്ക എന്ന് വിളിക്കും. അലുമിനിയം ഓക്സൈഡ്. അപ്പൊ സിലിക്കൺ ഡൈ ഓക്സൈഡും അതുപോലെ അലുമിനിയം ഓക്സൈഡും തുടങ്ങിയ സംയുക്തങ്ങളാണ് നമ്മൾ ധാരാളമായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. വൻകര ഭാഗം ഉണ്ടല്ലോ, വൻകര ഭാഗം ഞാൻ പറഞ്ഞു, അത് 35 കിലോമീറ്റർ ആണ് ആവറേജ്, അല്ലെങ്കിൽ 30 to 35 കിലോമീറ്റർ ആണ് ആവറേജ് കനം എന്ന് പറയുന്നത്. അതുപോലെ കടൽത്തറ ഭാഗം എന്ന് പറയുന്ന പോർഷന് അതിന്റെ കനം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ്. പക്ഷേ ഇതിന്റെ സാന്ദ്രത നമുക്കറിയാം, നമ്മുടെ സാന്ദ്രത കൂടിയിട്ടുള്ള വസ്തുക്കൾ താഴെയും സാന്ദ്രത കുറഞ്ഞിട്ടുള്ള വസ്തുക്കൾ മേലെയുമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ നോക്കുന്ന സമയത്ത് ഈ വൻകര ഭാഗത്തിന് സാന്ദ്രത കമ്മിയാണ്. അതേസമയം കടൽത്തറ ഭാഗങ്ങൾക്ക് സാന്ദ്രത കൂടുതലാണ്. ഈ വൻകര ഭാഗത്തിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നവയാണ് എന്തെന്ന് പറയുന്നത്? കടൽത്തറ ഭാഗങ്ങൾ. അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിലും അതുപോലെ വൻകര ഭാഗത്തിന്റെ അടിയിലുമായിട്ട് കാണപ്പെടുന്നവയാണ് ഈ കടൽത്തറ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? 1 സെന്റിമീറ്റർ ക്യൂബിന്റെ വൻകര ഭൂവൽക്കം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.7 ഗ്രാം ആയിരിക്കും. അതേസമയം സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് അത് കുറച്ച് താഴെയായിട്ട് വരുന്നത്. അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3.0 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്.
അപ്പോൾ ഇവിടെ ഈ ഭൂവൽക്ക ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന വൻകര ഭൂവൽക്കങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? ആഗ്നേയ ശിലയുണ്ട്, അവസാദ ശിലയുണ്ട്, കായാന്തരിത ശിലയുണ്ട്. ആ ഒരു ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. അടുത്തതാ ഇവിടെ ഇങ്ങനെ ഒരു ലെയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ഈ രാസഘടന പ്രകാരം നമ്മൾ എന്താ ചെയ്തു? മൂന്നായിട്ട് തരം തിരിച്ചു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഭൂവൽക്കം, അതിനുശേഷം മാൻഡിൽ, പിന്നെ ആങ്കാവ്. ഇനി നമ്മള് ഭൗതികപരമായിട്ട് തരംതിരിക്കുമ്പോഴുള്ള ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി സിയാല്, സിമ. അപ്പൊ ഈ വൻകര ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഭൂവൽക്ക ഭാഗത്ത് നമ്മൾ എന്താ പറയാ? സിയാലാണുള്ളത്. അവിടെ നമ്മൾ എന്തൊക്കെയാ കാണുന്നു പറഞ്ഞത്? സിലിക്കയും കാണും, അലുമിനിയം ഓക്സൈഡ്, അല്ലെങ്കിലോ സിലിക്കൺ ഡയോക്സൈഡ്, അലുമിനിയം ഓക്സൈഡ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സിലിക്കൺ ഡയോക്സൈഡിന്റെ സിലിക്കണും അതുപോലെ തന്നെ അലുമിനിയം ഓക്സൈഡിന്റെ ഏലും കൂടി ചേർത്തിട്ടാണ് സിയാൽ എന്ന് പറയുന്നത്. അതേസമയം കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്ന ഭാഗത്തെ സിമ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഭൂമി ഇങ്ങനെ നിൽക്കണം. നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടു? സിയാൽ കണ്ടു, സിലിക്കൺ അയൺ കണ്ടു. പിന്നെ കണ്ട എന്താണ്? സിമ കണ്ടു. സിമ എന്താണ്? സിലിക്കൺ മഗ്നീഷ്യം. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് അലുമിനിയം മാറി മഗ്നീഷ്യം ആയി. അപ്പൊ ഇനി പോകുന്ന സമയത്ത് എന്തായിരിക്കും? വീണ്ടും മഗ്നീഷ്യം ഉണ്ടാവും. അതിനുശേഷം ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഈ മഗ്നീഷ്യത്തിന്റെ അവിടെ തന്നെ അയണും ഉണ്ട്. പിന്നെ നമ്മൾ താഴെ പോകുന്ന സമയത്ത് നിക്കലും അയണും ആണ് വരിക. ഇങ്ങനെയാണ് ഇതിന്റെ പോർഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വൻകര ഭൂമികൾ സിയാലുണ്ട് പറഞ്ഞു, അതുപോലെ തന്നെ കടൽത്തറ ഭാഗങ്ങളിൽ സിമയുണ്ട് പറഞ്ഞു. നമ്മൾ പിന്നെ മാൻഡിലിന്റെ പോർഷൻ എടുക്കുകയാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് മഗ്നീഷ്യവും അയണും ആയിരിക്കും കാണപ്പെടുക. എന്തായാലും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേൺ നോക്കുക. ആദ്യം സിയാൽ വന്നു, സിമ വന്നു. അപ്പൊ ഇവിടെ മഗ്നീഷ്യം ഓൾറെഡി ഉണ്ട്. അപ്പം അലുമിനിയത്തിൽ നിന്ന് മഗ്നീഷ്യം എത്തി. അപ്പൊ മഗ്നീഷ്യം കുറച്ചും കൂടി കണ്ടിന്യൂസ്റ്റി പോകണം. അപ്പൊ അവിടെ മഗ്നീഷ്യം അവിടെ ഇടുക. പിന്നെ എന്ത് വന്നു? അയൺ വന്നു. പിന്നെ മഗ്നീഷ്യം ഇവിടെ എത്തിയല്ലോ. മഗ്നീഷ്യം കഴിഞ്ഞ് എന്തായി വന്നു? നിക്കൽ വന്നു. ഓൾറെഡി അയണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തുണ്ടായിരുന്നു. അപ്പൊ നിക്കൽ നിഫി ആയിരിക്കും ആക്കാമ്പിൽ ഉണ്ടാവുക. അങ്ങനെ ഓർത്ത് വെക്കുക. ഇനി വീണ്ടും നോക്കാം. സിയാലിൽ കാണപ്പെടുന്ന ശിലകളിൽ എന്തൊക്കെയുള്ളത്? അലുമിനിയം സിലിക്കേറ്റ് ആണ് അധികമായിട്ട് കാണപ്പെടുന്നത്. ഈ അലുമിനിയം ധാതുക്കളായ ഫെൽസ്പാർ ഉണ്ട്, പിന്നെ ക്വാർട്സ് ഉണ്ട്, പിന്നെ ഗ്രാനൈറ്റ് പോലുള്ള ശിലകളാണ് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. ഈ ഭാഗത്തെ സാന്ദ്രത എത്രയും പറഞ്ഞു കഴിഞ്ഞാൽ 2.7 മുതൽ 2.8 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ, സെന്റിമീറ്റർ ക്യൂബ് വരെയാണ്. ഓക്കെ, സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റില്ല, സെന്റിമീറ്റർ ക്യൂബ് വരെയാണ്. അപ്പോൾ എന്താണ്? സാന്ദ്രത കുറവായാൽ എന്ത് സംഭവിക്കും? നമ്മളൊരു വെള്ളത്തിൽ സാന്ദ്രത കുറവായിട്ടുള്ള ഒരു സാധനം ഇട്ടാൽ എന്ത് ചെയ്യും? അത് പൊങ്ങിക്കിടക്കും. അതുപോലെ തന്നെ ഈ ഭൂവൽക്ക ഭാഗം ഏറ്റവും ഉപരിഭാഗത്തായിട്ട് ഇങ്ങനെ ഭൂമിയുടെ മേലെ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗത്ത് ധാരാളമായി കണ്ടുവരുന്ന സിലിക്കൺ മൂലകത്തിന്റെയും അലുമിനിയം മൂലകത്തിന്റെയും ഇംഗ്ലീഷിലുള്ള ആദ്യ 2 അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത്? സിയാൽ എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എന്തുണ്ട്? അലുമിനിയത്തിന്റെ ധാതുക്കളായ ഫെൽസ്പാർ ഉണ്ട്, ക്വാർട്സ് എന്ന് പറഞ്ഞു. ഈ ഫെൽസ്പാർ അതുപോലെ തന്നെ സിലിക്ക പറഞ്ഞിട്ടുള്ള ധാതു ഓൾറെഡി ഉണ്ടല്ലോ. ഈ ഫെൽസ്പാറിലെ ഫെല്ലും അതുപോലെ സിലിക്കയിലെ സിക്കും എടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മള് ഫെൽസിക് എന്ന വാക്ക് ഈ സിയാൽ ഭൂവൽക്കത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ ചോദ്യം വരാം. ഈ താഴെ പറയുന്നവയിൽ ഏതാണ് സിയാൽ ഭൂവൽക്കത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്? ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതിന് പറയുന്ന പേരാണ് ഫെൽസിക്. എന്താണ്? ഫെൽസിക്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഭൂവൽക്ക ഭാഗങ്ങൾ പഠിക്കാനുള്ളത്? ഒന്ന്, വൻകര ഭൂവൽക്കമായിട്ട് തിരിച്ചിട്ടുണ്ട്, കളത്തറ ഭൂവൽക്കമായിട്ട് തിരിച്ചിട്ടുണ്ട്. വൻകര ഭൂവൽക്കത്തിന് 30-35 ആവറേജ് കനം എന്ന് പറയുന്നത്. അതിന്റെ ഹിമാലയ ഭാഗത്തെല്ലാം 70 കിലോമീറ്ററോളം കനമുണ്ടെന്ന് പഠിച്ചു. കടൽത്തറ ഭാഗങ്ങൾ 5 കിലോമീറ്ററാണ് കനം എന്ന് പറയുന്നത്. വൻകര ഭൂവൽക്കത്തിന് 2.7 മുതൽ 2.8 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ്. അതേസമയം കടൽത്തറ ഭൂവൽക്കത്തിന് 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണുള്ളത്. പിന്നെ വൻകര ഭൂവൽക്കത്തിന് നമ്മൾ സിയാൽ എന്ന് പറയുന്നു. അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ധാതുക്കൾ എന്ന് പറയുന്നത്, സംയുക്തങ്ങൾ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡും അതുപോലെ തന്നെ അലുമിനിയം ഓക്സൈഡുമാണ്. അപ്പോൾ സിലിക്കന്റെയും അലുമിനിയം കൂടി ചേർന്നിട്ടാണ് സിയാൽ എന്ന് പറയുന്നത്. ഈ കടത്തറ ഭാഗങ്ങൾ എന്താ ഉള്ളത്? സിമയാണുള്ളത്. അവിടെ എന്താണുള്ളത്? സിലിക്കന്റെയും മഗ്നീഷ്യത്തിന്റെയും സംയുക്തങ്ങളാണുള്ളത്. അപ്പൊ സിലിക്കണും മഗ്നീഷ്യമാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും വാക്ക് ചേർത്തിട്ടാണ് സിമ എന്ന് പറയുന്നത്. അവിടെ 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ് അതിന്റെ കനം എന്ന് പറയുന്നത്. ഇനി വൻകര ഭൂവൽക്കത്തിൽ എന്തുണ്ട്? അലുമിനിയത്തിന്റെ ധാതുക്കളായ ഫെൽസ്പാർ ഉണ്ട്, അതുപോലെ തന്നെ ക്വാർട്സും ഉണ്ട്. അപ്പൊ ഈ ഫെൽസ്പാറിലെ ഫെല്ലും അതുപോലെ തന്നെ സിലിക്കണിലെ സിക്കൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും? ഈ സിയാൽ ഭൂവൽക്കത്തെ സൂചിപ്പിക്കാൻ ഫെൽസിക് എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം കടൽത്തറ ഭാഗങ്ങളിൽ സിയാൽ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, കാണപ്പെടുന്നില്ല. ഈ
കടൽത്തറ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ കടലിന്റെ അടിയിലുള്ളതും അതുപോലെ തന്നെ ഈ വൻകര ഭാഗത്തിന്റെ താഴെയുമായിട്ട് ചെറുതായിട്ട് നിൽക്കുന്ന ഒരു പാളിയാണ് എന്തെന്ന് പറയുന്നത് കടൽത്തറ ഭാഗം എന്ന് പറയുന്നത്. അവിടെ സിയാലിന് താഴെ കാണപ്പെടുന്ന കടൽത്തറ ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാഗത്ത് എന്താ പറയുന്നത് സിമ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ സിലിക്കൺ, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് കാണപ്പെടുന്നത്. അങ്ങനത്തെ ധാതുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ബസാൾട്ട് ശിലകള്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യം ഇവിടെയുള്ള ശിലകളുടെ താരതമ്യേന ഉയർന്ന സാന്ദ്രതയ്ക്ക് കാരണമാകുന്നു. അപ്പൊ ഞാൻ ആവറേജ് കടൽത്തറ ഭാഗത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് എത്ര പറഞ്ഞിരുന്നു? 3 പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ സ്പെസിഫൈ ആയിട്ട് പറയുന്നുണ്ട് 2.8 മുതൽ 3.3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഈ മേഖലയുടെ സാന്ദ്രത എന്ന് പറയുന്നത്. എത്രയാണ്? 2.8 മുതൽ 3.3 ഗ്രാം വരെ. അപ്പൊ സിലിക്കൺ, മഗ്നീഷ്യം എന്ന മൂലകങ്ങളുടെ ആ രണ്ട് ആദ്യ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? സിമ എന്ന വാക്കിന് രൂപം നൽകിയിരിക്കുന്നത്. ഈ സമുദ്ര ഭൂവൽക്കത്തിന് വേറെന്തൊക്കെ പേരുകളുണ്ട്? സമുദ്ര ഭൂവൽക്കം എന്നുണ്ട്, കടൽത്തറ ഭൂവൽക്കം എന്നുണ്ട്, ആധാര ഭൂവൽക്കം എന്നുണ്ട്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പേരും ഓർത്ത് വെക്കുക. സമുദ്ര ഭൂവൽക്കം, സമുദ്രം പറയുമ്പോൾ ഓഷ്യൻ, ഓഷ്യാനിക് ക്രസ്റ്റ്. പക്ഷെ ആധാര ഭൂവൽക്ക പാളികൾ, ഇതൊക്കെ നമ്മൾ എന്തിനാ പഠിക്കേണ്ടത്? നമ്മൾ ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് ആധാര ഭൂവൽക്ക പാളികളെല്ലാം നമ്മൾ കുറെ എണ്ണം ഇംഗ്ലീഷും പഠിക്കണം, അതേസമയം മലയാളം പഠിക്കണം. നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം രണ്ടിലും പഠിക്കുക, അതാണ് നല്ലത്. കാരണം നമ്മളിപ്പോ ഉള്ള ഒരു 10ാം ക്ലാസ്സിൽ പ്രിലിമിനറി നോക്കുന്നവർ ഡിഗ്രി ലെവൽ എയിം ചെയ്താണ് 10ാം ക്ലാസ് എങ്കിലും കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആധാര ഭൂവൽക്ക പാളികളുടെ ഇംഗ്ലീഷ് എന്താണ്? ബേസൽ ക്രസ്റ്റ് അല്ലെങ്കിൽ ബേസൽ ലെയർ എന്നാണ് പറയുന്നത്. ഇതിന് അടിസ്ഥാന ഭൂവൽക്കം എന്നും പറയുന്നത്. ബേസ് പറഞ്ഞാൽ അടിസ്ഥാനം, ആധാരം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ബേസൽ ലെയർ എന്നോർത്ത് വെക്കാം. പിന്നെ ഈ ഭൂവൽക്കപ്പാത്തിനെയും മാന്റിലിനെയും വേർതിരിക്കുന്നതിന് ഞാൻ എന്താ പറഞ്ഞ ഒരു ഡിസ്കണ്ടിന്യൂറ്റി, അതിന് എന്താ പറഞ്ഞു? മൊഹറോവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു. ഈ മൊഹറോവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റിനെ നമ്മൾ എന്ത് പറയും? മോഹോ എന്ന സംക്ഷിപ്ത രൂപമെല്ലാം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇനി ഇതേമാതിരി സിയാലിനെയും സിമയും വേർതിരിക്കുന്ന ഒരു കണ്ടിന്യൂറ്റി, അപ്പൊ ഇത് സിയാലാണ് വയ്ക്കുക, അതിന്റെ താഴെയാണ് സിവ. അപ്പൊ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഈ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഏതാണ്? അതിനെയാണ് നമ്മൾ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി, എന്താണ്? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. 2.8 സാന്ദ്രത വരുന്ന പാളികൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെയല്ല വരിക. നമ്മൾ കടൽ തറഭാഗം, കരഭാഗം ഇങ്ങനെയല്ല നമ്മൾ തരംതിരിക്കുന്നത്. 2.5 മുതൽ 2.8 വരെയുള്ള എന്ത് പറഞ്ഞു? വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് 2.8, പിന്നെ മെല്ലെ 2.8 മുതൽ 3.3, ഇങ്ങനെയാണ് സാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 2.8 ഈ ശിലാപാളികളെല്ലാം കൂടിച്ചേർത്തിട്ട് എന്താണെന്ന് പറയാ, ആ ഒരു വിച്ഛിന്നത, അതായത് ഈ രണ്ടിനെയും വേർതിരിക്കുന്ന ആ ഒരു പോർഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു വ്യക്തമായ വിച്ഛിന്നത അല്ലായകയാൽ ഭൂവൽക്കത്തിൽ 2.8 ശരാശരി സാന്ദ്രത രേഖപ്പെടുന്ന പ്രതലമായിട്ട് എന്ത് ചെയ്തു? ഈ വിച്ഛിന്നതയെ പരിഗണിച്ചു വന്നു. ഈ സിയാൽ പാളികൾ ഞാൻ പറഞ്ഞു, സിയാൽ പാളികൾ താരതമ്യേന വിസ്കോസിറ്റി കൂടിയ സിമ പാളികളുടെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും അതുപോലെ എന്ത് ചെയ്തു? പാർശ്വഭാഗങ്ങളിൽ തെന്നി നീങ്ങുകയും ചെയ്തു. ഭൂവൽക്ക ഭാഗത്ത് സിയാൽ എന്നും സിമയെന്നും വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് എഡ്വാർഡ് സുയേസ്. ആരാണ്? എഡ്വാർഡ് സുയേസ്. മറക്കരുത്, എഡ്വാർഡ് സുയേസ്. ഇനി അടുത്താണ് മാന്റിൽ. അപ്പം ഈ ഭൂവൽക്ക ഭാഗത്തിന് താഴെ കാണുന്നതാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഭൗമാന്തർ മധ്യത്തിൽ കാണപ്പെടുന്ന രാസഘടനയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാവുന്ന പാളിയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഇതിന്റെ മൊത്തം വ്യാപ്തം എന്ന് പറയുന്നത് 83%. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭൂവൽക്ക പാളി എന്ന് പറയുന്നത് ഏതാണ്? അത് വന്നിട്ട് നമ്മുടെ മാന്റിലാണ്. അതേസമയം അതിന്റെ പിണ്ഡം എന്ന് പറയുന്നത് 68% വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ പിണ്ഡം വരിക എന്തിനാ വരിക? മാന്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഭൂവൽക്കം മൊത്തം 1.14% വോളിയം ഓഫ് എർത്ത് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ പിണ്ഡം എന്ന് പറയുന്നത് 0.5% ഉള്ളൂ. മാന്റിലാകുമ്പോൾ എത്രയുണ്ട്? മാന്റിലിന്റെ മൊത്തം വ്യാപ്തം എന്ന് പറയുന്നത് 83% അതുപോലെ തന്നെ അതിന്റെ പിണ്ഡം എന്ന് പറയുന്നത് 68% ഉള്ളത്. ഇനി മാന്റിൽ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം എന്ത് ചെയ്യുന്നു? രാസഘടനാപരമായി മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തത പ്രകടമാക്കുന്ന മണ്ഡലമാണ് എന്തെന്ന് പറയുന്നത്? മാന്റിൽ എന്ന് പറയുന്നത്. ഇതിന്റെ താഴ്ഭാഗം, ഈ മൊഹറാവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഈ ഭൂവൽക്കത്തെയും മാന്റിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹറാവിസ്ക് വിച്ഛിന്നത അല്ലെങ്കിൽ മൊഹറാവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്നും 2900 കിലോമീറ്റർ ആഴം വരെയാണ് എന്ത് വ്യാപിച്ചെടുക്കുന്നത്?
നമ്മുടെ മാൻഡിൽ വ്യാപിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഭൂമി എടുക്കണം. ഭൂമി ഇങ്ങനെ എടുക്കണം വെച്ചാൽ ആദ്യം ഇത് വന്നു, അത് നമ്മുടെ സിയാലും സീമയും ചെയ്തിട്ടുള്ള ഭൂവൽക്കം ഇങ്ങനെ വന്നു. പിന്നെ വന്നിട്ടുള്ളത് എന്താണ്, മൊത്തം വ്യാപ്തത്തിന്റെ 83% എന്താണ്, നമ്മുടെ മാൻഡിലാണ്. അതിനുശേഷമാണ് ആങ്കാമ്പുള്ളത്. ഈ ഭാരം ഉണ്ടല്ലോ, ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 68% വരിക ഭാരം, വോളിയം 83%. അതേസമയം ഭൂവൽക്ക ഭാഗമാണെങ്കിലോ 1.14%. പിണ്ഡം വന്നിട്ട് മാസ് വന്നിട്ട് 0.5%. ബാക്കിയുള്ള റിമൈനിങ് ആണ് ആൾക്കാമ്പ് എന്ന് പറയുന്നത്. കൂടിയ തോതിൽ ഇരുമ്പും മഗ്നീഷ്യവും താരതമ്യേന കുറഞ്ഞ തോതിൽ അലുമിനിയം, സിലിക്കൺ തുടങ്ങിയ മൂലക ധാതുക്കളും അടങ്ങിയ അൾട്രാമാഫിക് ശിലകളാണ് ഏത് ഭാഗത്ത് കാണപ്പെടുന്നത്, ഈ മാൻഡിലിൽ കാണപ്പെടുന്നത്. നമ്മൾ ഭൂവൽക്ക ഭാഗത്തിൽ ആദ്യം സിയാൽ വന്നു, പിന്നെ സിമ വന്നു. നമ്മൾ സിയാൽ കേട്ട് അലുമിനിയം കേട്ട് മഗ്നീഷ്യം സ്റ്റാർട്ട് ചെയ്തു. ആ മഗ്നീഷ്യം മാൻഡിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ എന്ത് സംഭവിച്ചു, നമ്മൾ ഇരുമ്പും കൂടി വരികയാണ്. അപ്പൊ ഇരുമ്പും മഗ്നീഷ്യവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലിന്റെ മേഖലയിൽ കാണപ്പെടുന്ന ശിലകൾ സിലിക്കേറ്റ് ധാതുക്കളായ എന്തൊക്കെയുണ്ട്, ഒലൂമിൻ ഉണ്ട്, പൈറോക്സ് എന്നിവ ധാരാളമായിട്ടാണ് കാണപ്പെടുന്നത്. മാൻഡിൽ നിന്നും ആൽക്കാമ്പിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കും, സാന്ദ്രത വർദ്ധിക്കും. സാന്ദ്രതയിൽ വ്യത്യാസം വരുന്ന ഭാഗത്ത് എന്താണ്, സീസ്മിക് തരംഗങ്ങളുടെ സഞ്ചാര ദിശയിലും പ്രവേഗത്തിലും വ്യത്യാസം വരുന്നു. ഇത് നമ്മൾ ഇവിടെ പഠിപ്പിക്കും, നമ്മൾ ഭൂചലനീയ തരംഗങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഈ തരംഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. പിന്നെ ഈ മാൻഡിലിനെയും ആൽക്കാമ്പിനെയും വേർതിരിക്കുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഗുട്ടൻബർഗ് വിച്ചാർഡ് ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ് ഗുട്ടൻബർഗ് വിച്ചാർഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? ഭൂചലനീയ തരംഗങ്ങളുടെ ചലനത്തിന്റെ പ്രവേഗം ദ്രുതഗതിയിൽ വർദ്ധിക്കുന്ന മേഖലയാണ് ഈ മാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ മാൻഡിലിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ പറയേണ്ടത്, ഒന്ന് വന്നിട്ട് മാൻഡിൽ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന്റെ താഴെയായിട്ട് മോറോവിസ്ക് ഡിസ്കണ്ടിന്യൂറ്റിയുടെ ശേഷം വരുന്ന പോർഷനാണ് മാൻഡിൽ എന്ന് പറയുന്നത്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 83%. അതേസമയം പിണ്ഡം എന്ന് പറയുന്നത് 68%. ഇതിന്റെ ദൂരം, അതായത് ഇതിന്റെ കനം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ കനം എന്ന് പറയുന്നത്. ഇത് ഭൂവൽക്ക ഭാഗത്തിന്റെ താഴത്ത് തുടങ്ങിയിട്ടുള്ള 2900 കിലോമീറ്റർ ആണ് ഇതിന്റെ കനം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്, ഇരുമ്പ് മഗ്നീഷ്യമാണ് കൂടുതൽ കാണപ്പെടുന്നത്. ആ ധാതുക്കളിൽ അടങ്ങിയിരിക്കുന്ന ശിലകളെയാണ് എന്തെന്ന് പറയുന്നത്, അൾട്രാമാഫിക് ശിലകൾ. എന്താണ് അൾട്രാമാഫിക് ശിലകൾ എന്ന് പറയുന്നത്? ഇനി ഈ ശിലകൾ എന്തൊക്കെയുണ്ട്, ഒലിവിൻ, പൈറോക്സിൻ തുടങ്ങിയവയാണ് ധാരാളമായിട്ട് കാണപ്പെടുന്ന സിലിക്കേറ്റ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, അവിടെ നമ്മൾ പറഞ്ഞു ഫെൽസ്പാർ ഇതിന്റെ ആയിരുന്നു, അലുമിനിയത്തിന്റെ ആയിരുന്നു. ഇവിടെ സിലിക്കേറ്റിന്റെ ധാതുക്കൾ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, ഒലിവിന്, പൈറോക്സിൻ തുടങ്ങിയവയാണ് ധാരാളമായി കാണപ്പെടുന്നത്. അപ്പൊ ഈ ശിലകൾ ഉണ്ടാകുന്നത് ഓരോരോ സാന്ദ്രതയ്ക്കനുസരിച്ച് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും. അതിവിടെ ഓൾറെഡി ഈ സാന്ദ്രത നമ്മൾ താഴേക്ക് പോകുന്തോറും മേലെയുള്ള പുറംപാളിയുടെ ഭാരവും അതുപോലെ തന്നെ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ സാന്ദ്രത കൂടുതലായിരിക്കും. ഈ സാന്ദ്രത കൂടിയ ഭാഗങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്തോറും സാന്ദ്രത കൂടിയിട്ടാണ് വരിക. ഈ സാന്ദ്രതയിൽ വ്യത്യാസം വരുന്ന ഭാഗത്ത് എന്തുണ്ട്, സീസ്മിക് തരംഗങ്ങളുടെ സഞ്ചാരദിശയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ മാൻഡിലിനെയും അതുപോലെ തന്നെ ആൽക്കാമ്പിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഗുട്ടൻബർഗ് വിച്ഛിന്നത അല്ലെങ്കിൽ ഗുട്ടൻബർഗ് വിച്ചാർഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആൽക്കാമ്പ് എന്ന് പറയുന്നത്. ആൽക്കാമ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പൊ മാൻഡിലിന്റെ താഴെ കാണപ്പെടുന്ന ഈ ഭാഗത്ത് എന്തൊക്കെയാണ്, നിക്കലും ഇരുമ്പുമുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു, സിയാലിൽ അലുമിനിയത്തിന് ശേഷം മഗ്നീഷ്യം അവിടെ കുറച്ച് നേരം നിന്ന് അവിടെ അയൺ നമ്മുടെ കൂടെ കൂട്ടി ഈ അയൺ താഴേക്ക് എത്തി മഗ്നീഷ്യത്തിന് വിട്ടു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നിക്കലും കൂടി ആഡ് ചെയ്ത് നിഫെ എന്നുള്ള ഭാഗം ആണ് ആൽക്കാമ്പ് എന്ന് പറയുന്നത്. ആൽക്കാമ്പ് എന്ന് പറയുന്നത് മൊത്തം വ്യാപ്തത്തിന്റെ എത്ര ശതമാനമുണ്ട്, 17%. എത്രയുള്ളൂ, 17%. പക്ഷെ അതിന്റെ പിണ്ഡം എന്ന് പറയുന്നത് എത്രയാണ്, അത് 34%. അപ്പൊ എന്താണ്, വളരെ സാന്ദ്രതയുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ആൽക്കാമ്പ് എന്ന് പറയുന്നത്. അവിടുത്തെ ശരാശരി താപനില എന്ന് പറയുന്നത് 6000 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ചൂട് എന്ന് പറയുന്നത് എത്രയാണ്, 6000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമ്മൾ 7ാം ക്ലാസ്സിൽ എന്താ പഠിച്ചത്, 7ാം ക്ലാസ്സിൽ അത് 5700 എന്നുള്ള 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു. ഇവിടെ 6000 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. ഇനി
ഇത് ഈ ഒരു ക്രൈറ്റീരിയ ഇപ്പൊ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചത് രാസഘടനാപരമായിട്ടാണ് ഭൂമിയെ തരംതിരിച്ചത്. ഇനി ഭൗതിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപരിഭാഗത്തു നിന്നും ആക്കാൻ വരെ ഭൂമിയെ 6 മണ്ഡലങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? ഏറ്റവും മേലെ ശിലാമണ്ഡലം. ഈ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂഗർഭഭാഗവും മാന്റലിന്റെ ഉപരിഭാഗവും ചേർന്നിട്ടാണ്. ഇനി അസ്തനോസ്ഫിയർ, ഉപരിമീസോസ്ഫിയർ, അധോ മീസോസ്ഫിയർ, ബാഹ്യ അകക്കാമ്പ്, ആന്തര അകക്കാമ്പ്. ഇങ്ങനെയായിട്ടാണ് ഭൂവൽക്ക ഭാഗത്തെ ഭൗതിക ഘടനയുടെ അടിസ്ഥാനത്തിൽ 6 മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ശിലാമണ്ഡലം നോക്കാം. മനുഷ്യനും മറ്റു ജീവജാലങ്ങളും കാണപ്പെടുന്ന ഭൂമിയുടെ ഏറ്റവും ഉപരിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഈ ശിലാമണ്ഡലത്തിന്റെ മൊത്തം വ്യാപ്തി എന്ന് പറയുന്നത് 0.1%. മാന്റിലിന്റെ ഉപരിഭാഗവും അതുപോലെ തന്നെ ഈ ഭൂവൽക്ക ഭാഗവും കൂടിച്ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. മാന്റിലിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3.4 മുതൽ 5.5 വരെയാണ്. എത്രയാണ്? 3.4 മുതൽ 5.5 വരെയാണ് എന്തെന്ന് പറയുന്നത്? മാന്റിലിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന്റെ മൊത്തം വ്യാപ്തി എത്രയാണ്? 0.1%. പറഞ്ഞു. മാന്റിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്ക ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറഞ്ഞു. ശിലാമണ്ഡലത്തിന്റെ മുകൾ ഭാഗത്ത് ഭൂവൽക്കവും അതിനു താഴെ മാന്റിലിന്റെ ഉപരിഭാഗവുമാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് മണ്ഡലങ്ങൾ കൂടി ചേർന്നിട്ട് എന്ത് സംഭവിക്കും? ശിലാമണ്ഡലം പറയുന്നത് ഒരു ഉറച്ച പാളിയാണ്. അതായത് ഖരമായിട്ടുള്ള ഒരു പാളിയാണ് ഈ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന മാന്റിലിന്റെ ഒരു പോർഷനാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതെന്താണ്? അവിടെ സ്ട്രെസ് കൂടുതലാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടുതലാണ്. പക്ഷെ ഈ സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് അവിടെയുള്ള ദ്രാവകം, അതായത് ധാതുക്കൾ ദ്രാവകമായിട്ട് പരിവർത്തനം ചെയ്യുന്നതിനെ തടയുന്ന രീതിയിലുള്ള പ്രഷർ ആയിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ ധാതുക്കൾ ഉരുകി നിൽക്കുന്നത്. ഫിസിക്സ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ കൊടുക്കണം, നമ്മളൊരു സാധനത്തെ ചൂടാക്കണം. അപ്പോൾ പ്രഷർ കൂടുതലാണ് വെക്കുക. പ്രഷർ കൂടുതലാണ് വെച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കണം. സപ്പോസ് വെള്ളം കൊടുക്കണം, ഒരു പ്രഷർ കുക്കറിൽ വെള്ളം കൊടുക്കണം. അപ്പോൾ വെള്ളത്തിന്റെ മേലെ പ്രഷർ ഒന്നുമില്ല വെച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവ് വന്നിട്ട് 100 ഡിഗ്രി തന്നെ ചൂടാകും. ഇനി നമ്മൾ ഈ വെള്ളം എന്ത് ചെയ്തു? പ്രഷർ കുക്കറിലെടുത്തു. പ്രഷർ കുക്കറിൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള പ്രഷർ പറയുന്നത് കൂടുതൽ. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ത് പറയും? ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 നിന്ന് പോയിട്ട് 120 ആവും. ഇതേ തത്വമാണ് നമ്മുടെ ശിലകളിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ ശിലകളിൽ ആസ്തനോസ്ഫിയർ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ചൂട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയമാകുമ്പോൾ രൂപമാറ്റത്തിന് വശംവദമാകുന്നു. അതായത് ഡക്റ്റിലിറ്റി സ്വഭാവം. ഡക്റ്റിലിറ്റി പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് അടിച്ചു പരത്താൻ കഴിയുന്ന സ്വഭാവം. ആ ഒരു സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മണ്ഡലമാണ് എന്തെന്ന് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഉയർച്ച ഖരാവസ്ഥയിലല്ല ഉള്ളത്. കാരണം എന്താണ്? അവിടെയുള്ള ധാതുക്കളെല്ലാം ചൂടായിട്ട് ഉരുകിയിട്ടുള്ള ഒരു അർദ്ധ ദ്രാവകാവസ്ഥയിലുള്ള ഒരു പാളിയാണ് ഇത് അസ്തനോസ്ഫിയർ ഉള്ളത്. ഇത് അർദ്ധദ്രാവകാവസ്ഥയിലുള്ളത് ആയതുകൊണ്ട് തന്നെ ഇത് വർഷം തോറും ചലന വിധേയമാകുന്ന ഒരു പാളിയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ശിലാമണ്ഡലത്തെ പോലെ അല്ലാതെ ഈ സമ്മർദ്ദ ബലത്തിന് വഴങ്ങുന്ന ഒരു പ്ലാസ്റ്റിക് നേച്ചർ സ്വഭാവമാണ് എന്ത് കാണിക്കുന്നത്? അസ്തനോസ്ഫിയർ കാണിക്കുന്നത്. കാരണം എന്താണ്? കാരണം വന്നിട്ട് ഈ ധാതുക്കളെല്ലാം ചൂടായിട്ട് ഉരുകിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. അസ്തനോസ്ഫിയറിന്റെ രാസഘടന മുകളിൽ കാണപ്പെടുന്ന ശിലാമണ്ഡലത്തിന്റെ രാസഘടനയോട് ഏറെ കുറെ സമാനമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവ വഴങ്ങുന്ന സ്വഭാവമായിട്ട് മാറുന്നത്? കാരണം എന്താണ്? അസ്തനോസ്ഫിയറിൽ ഉയർന്ന ഊഷ്മാവാണ്. പിന്നെ ഇവിടുത്തെ ഊഷ്മാവ് എന്ന് പറയുന്നത് എന്താണ്? ശിലകളുടെ ദ്രവണാങ്കത്തിനോട് അടുത്താണ്. അതുകൊണ്ട് തന്നെ എന്താവും? ശിലകളുടെ ദൃഢത നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു പരോക്ഷമായ സൂചനകളിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ധാതുക്കൾക്കിടയിൽ കാണപ്പെടുന്ന ചെറിയ അളവിലുള്ള ഉരുകിയ ശിലാദ്രവമാണ് അസ്തനോസ്ഫിയറിന് മൃദു സ്വഭാവം ഉള്ളതാക്കുന്നത്. അസ്തനോസ്ഫിയറിന്റെ ധാതുക്കൾക്കിടയിലേക്ക് ഭാഗികമായ ഉരുകിയ ശിലാദ്രവം കാണപ്പെടുന്നെങ്കിലും അസ്തനോസ്ഫിയർ മൊത്തത്തിൽ എന്താണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതൊരു അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മാഗ്മയുടെ ഉറവിട സ്ഥാനം എന്താണ്? മാഗ്മ പറയുന്നത് നമ്മുടെ വോൾക്കാനെല്ലാം പൊട്ടുന്ന സമയത്ത് അഗ്നിപർവ്വത ജന്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പുറം വരുന്ന ലാവിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. അവിടെ ശിലകൾ അവയുടെ ദ്രവണാങ്കത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ആസ്തനോസ്ഫിയറിന്റെ പല ഭാഗങ്ങളിലും ശിലകൾ ഭാഗികമായ ഉരുകിയ അവസ്ഥയിൽ ആയിരിക്കും. പിന്നെ ജലം പോലെയുള്ള ദ്രാവകങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ മർദ്ദത്തിന്റെ കുറവും ഈ ആസ്തനോസ്ഫിയറിന്റെ ഉരുകളുടെ വേഗത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രഷർ കുറച്ചും കൂടി കൂടുതലാണ് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഉരുകൽ ഉണ്ടാവുകയില്ല. ഇനി അടുത്താണ് ഉപരിമീസോസ്ഫിയർ. എന്താണ് ഉപരിമീസോസ്ഫിയർ?
ഈ അസ്തനോസ്ഫിയറിന് താഴെ കാണപ്പെടുന്ന മാന്റിലിന്റെ ശേഷിച്ച ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഉപരി മീസോസ്ഫിയർ എന്ന് പറയുന്നത്. മാന്റിലിന്റെ വ്യാപ്തത്തിന്റെ ഭൂരിഭാഗവും ഏതാ ഉൾക്കൊള്ളുന്നത്? അത് ഉപരി മീസോസ്ഫിയർ ആണ് ഉൾക്കൊള്ളുന്നത്. ഈ ഭാഗം വന്നിട്ട് ഖരാവസ്ഥയിലാണ്. അസ്തനോസ്ഫിയറിനെ പോലെയല്ല, ഇത് ഭാഗം വന്നിട്ട് ഇതിന്റെയാണ് ഖരാവസ്ഥയിലാണ് ഉള്ളത്. ഉയർന്ന ഊഷ്മാവുണ്ട്, മർദ്ദമുണ്ട്, ചെകള് എന്ത് ചെയ്യുന്നു? ഈ ഉയർന്ന ഊഷ്മാവ് ഉണ്ടായിട്ടും മർദ്ദം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? അതുകൊണ്ട് ശിലകൾ പൊട്ടുന്നത് തടയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്താണ്? ഭൂചലനങ്ങളൊന്നും നടക്കാത്ത ഒരു ഏരിയയാണ് ഉപരി മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ശിലകളുടെ സാന്ദ്രതയിൽ മാറ്റം വരുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഉപരി മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് മാന്റിലിന്റെ കനം എന്ന് പറയുന്നത് എത്രയാണ്? 3.4 മുതൽ 5.5 വരെ ആണ് ഈ മാന്റിലിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. പിന്നെ ആഴം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? മർദ്ദം കൂടും. മർദ്ദം കൂടുന്നത് സംബന്ധിച്ച് നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ അടുക്കി വെക്കുന്ന പ്ലേറ്റുകൾ നന്നായിട്ട് അടുക്കി വെക്കാൻ പറ്റും. ഈ മർദ്ദം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ ഒരു സൂട്ട് കേസിൽ അടുക്കി വെക്കാണ്. അപ്പൊ നമ്മൾ മർദ്ദം ഒരുപാട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ ഒരു ഡ്രസ്സുകൾ ഭയങ്കരമായിട്ട് കട്ടി കൂടിയിട്ട് അടക്കി ഒതുങ്ങിയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ ശിലകൾ ഇങ്ങനെ പാളി പാളികളായിട്ട് വെക്കണേക്കാം. നമ്മൾ മർദ്ദമൊന്നും കൊടുത്തില്ല വെച്ചാൽ അവയ്ക്കിടയിൽ ഗ്യാപ്പായിട്ട് സുഖമായിട്ട് ഇരിക്കും. അതേസമയം നമ്മൾ പ്രഷർ കൊടുക്കുന്നതോറും എന്ത് ചെയ്യും? ഇവ ഒരുപാട് ഒരുമിച്ച് ഒതുങ്ങും. അതായത് ഒരു ചെറിയ സ്പേസിൽ ഒരുപാടെണ്ണം ഉൾക്കൊള്ളും. അപ്പൊ എന്താ സംഭവിക്കുക? അവയുടെ സാന്ദ്രത കൂടും. ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഇനി അടുത്താണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും കീഴ്പോട്ട് ഏകദേശം 660 മുതൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഉപരി മീസോസ്ഫിയർ വന്നിട്ട് സാധാരണ 410 മുതൽ 660 കിലോമീറ്റർ ആണ്. ഈ 660 മുതൽ 2900 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ധാതുക്കളുടെ ക്രിസ്റ്റൽ ഘടനയിൽ മാറ്റം വരുന്നു. കാരണം എന്താണ്? സാന്ദ്രതയിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ അവിടെയുള്ള പ്രഷർ. ഇവിടെയുള്ള ശിലകളുടെ സാന്ദ്രത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഉപരിമാന്റിലിനെയും അതുപോലെ തന്നെ കീഴ്മാന്റിലിനെയും വേർതിരിക്കുന്ന മേഖലയെ പറയുന്ന പേരാണ് റെപ്പിറ്റീവ് പരിവർത്തന മേഖല. എന്താണ്? റെപ്പിറ്റീവ് പരിവർത്തന മേഖല. ഇതിന് ഉപരിമാന്റിലിനെയും അതുപോലെ തന്നെ കീഴ്മാന്റിലിനെയും വേർതിരിക്കുന്ന മേഖലയാണ് റെപ്പിറ്റീവ് പരിവർത്തന മേഖല എന്ന് പറയുന്നത്. റെപ്പിറ്റീവ് പരിവർത്തന. ഇനി അടുത്താണ് ബാഹ്യ അകക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഇതേതാണ്? ഇത് മീസോസ്ഫിയറിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭൂവൽക്ക ഭാഗമാണ് ഈ ബാഹ്യ അകക്കാമ്പ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് എന്താണ്? ഈ ഭാഗത്ത് വന്നിട്ട് ദ്രാവകാവസ്ഥയിലാണ് ഈ ഭാഗം കാണപ്പെടുന്നത്. ഭൂവൽക്ക ഭാഗത്തേക്കാൾ 2 ഇരട്ടിയും അതുപോലെ തന്നെ മാന്റിലിനേക്കാൾ 1.5 ഇരട്ടിയും സാന്ദ്രത കൂടിയ ഭാഗമാണ് ബാഹ്യ അകക്കാമ്പ് എന്ന് പറയുന്നത്. ഈ ഭാഗം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ അനുമാനിക്കുന്നത്? നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ. എസ് തരംഗങ്ങൾ എന്നുള്ള അറിയപ്പെടുന്ന ഭൂചലനീയ തരംഗങ്ങൾ ഈ മേഖലയിൽ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് അവിടെ എന്തെന്ന് നമ്മൾ അനുമാനിക്കുന്നത്? അവിടെ ദ്രാവകാവസ്ഥയിലാണ് എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. ഈ ബാഹ്യ അകക്കാമ്പിന് അടുത്താണ് ആന്തര അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആന്തര അകക്കാമ്പ് എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരുമ്പ് ധാരാളം അടങ്ങിയ മേഖലയാണ് ഈ അകക്കാമ്പ് എന്ന് പറയുന്നത്. ഊഷ്മാവ് ബാഹ്യ അകക്കാമ്പിലും ആന്തര അകക്കാമ്പിലും ഏകദേശം ഒരുപോലെയാണ്. മുകളിലുള്ള പാളികളുടെ ഉയർന്ന സമ്മർദ്ദമാണ് എന്ത് കാരണം? ഈ പുറംകാമ്പ് ദ്രാവകാവസ്ഥയിലും അതേസമയം അകംകാമ്പ് എന്ത് സംഭവിക്കുന്നത്? ഖരാവസ്ഥയിലും സ്ഥിതി ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്.